നമ്മുടെ തടിയിലുള്ള ആംപ്ലിഫയർ ഇതാ ഇവിടെ മത്തപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊരു പാനൽ ചെയ്യാനുണ്ട്. നമ്മൾ പാനലെല്ലാം കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ പാനലിലൊരു ഗോൾഡ് കളറിലുള്ള ഒരു ചെറിയൊരു ബോർഡർ ചെയ്യാനാണ്, ബോർഡറല്ല ഒരു സംഭവം ചെയ്യാനുണ്ട്. അപ്പോൾ അതുമായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് മാതാ പ്ലാസ്റ്റിക് മുട്ടത്തറ അവിടെ പോവുകയാണ്. അപ്പോൾ അവിടെ പോയതിനു ശേഷം ഞാൻ നിങ്ങളത് കാണിക്കാം. ആ കടയെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അത് കൂടാതെ തന്നെ നമുക്ക് ഒരു വിൻറ്റേജ് സ്റ്റൈലാണ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 30,000 ആ റേഞ്ചൊക്കെ ആവും ഇത് ഫുള്ള് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ. കാര്യം അത്രയും വർക്കുള്ളൊരു ഒരു ആംപ്ലിഫയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 28-30 ആ റേഞ്ചിനകത്തൊക്കെ ചിലവ് നമുക്ക് ഇതിന് വരും ഇത് ചെയ്തെടുക്കാനായിട്ട്. എത്രയോ പ്രാവശ്യം പോളിഷ് ചെയ്തൊക്കെയാണ് ഈ ഒരു ലെവലിലേക്ക് ഇത് എത്തിച്ചിട്ടുള്ളത്. കുറേ വർക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിലുള്ളൊരു എക്സ്പെൻസ് ചിലവ് ഇതിന് വരും. അപ്പോൾ പാനൽ ഞാൻ കാണിക്കാം. പാനൽ എന്തായാലും അവിടെ കടയിൽ പോയിട്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു പാനലായിട്ട് വന്നിട്ടുള്ളത് മാതാ സയൻസിലാണ്. അത് പറയുമ്പോൾ നമ്മുടെ മുട്ടത്തറയാണ്. മുട്ടത്തറ പോകുന്ന വഴി നമ്മുടെ മണക്കാട് നിന്ന് ബലവാൻ നഗർ റോഡ് വഴി നേരെ മുട്ടത്തറ പോകുന്ന വഴിയാണ് ഈ ഒരു ഷോപ്പുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ലൈൻ ഇട്ട് ഞാൻ കാണിക്കാം. ഈ ലൈൻ ഇട്ടിരിക്കുന്ന ഭാഗത്ത് ഗോൾഡ് കളറാണ് നമുക്ക് വരാനുള്ളത്. പിന്നെ സ്റ്റീലിൽ ഇതുപോലെ സ്റ്റീലിലോ അലുമിനിയത്തിലോ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കടയിൽ കൊണ്ടുവരാമെന്നാണ്. ഞാൻ കട കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും കടയ്ക്കുള്ളിലോട്ടൊന്ന് പോവാം. ഇതാണ് നമ്മുടെ മുട്ടത്തറയുള്ള മാതാ സയൻസ് എന്ന് പറഞ്ഞ കട. അപ്പോൾ ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആംപ്ലിഫയറിൻ്റെ അക്രിലിക് പാനൽ അതുപോലെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ വില കുറവിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കടയാണ്. പക്ഷേ നിങ്ങൾ കുറച്ച് സമയം കൊടുക്കുക. സമയം കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തു തരും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അലുമിനിയത്തിലോ സ്റ്റീലിലോ എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യാനോ എഴുതാനോ ഒക്കെ ഉണ്ടെങ്കിലും അവരിത് ചെയ്തു തരുന്നതാണ്. അതിനുള്ള മെഷീൻ ട്രിവാൻഡ്രത്ത് ഉള്ള ഒരു കട ഈ ഒരു കടയാണ്. വേറെയും കടകളുണ്ട്, പക്ഷേ ആ കടകളിലുള്ളതിനെക്കാട്ടി റേറ്റ് കുറച്ചും നല്ല രീതിയിൽ അവർ കറക്റ്റായിട്ട് എഴുതിയും തരും. നല്ല പെരുമാറ്റമാണ് അവർ. നമ്മൾ നല്ല സ്നേഹത്തോടെയുള്ള സംസാരമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു കടയിലോട്ട് വന്നാൽ മതി. ഞാനിവിടെ നിന്നാണ് സ്ഥിരമായിട്ട് ഈ സ്റ്റീലിലെല്ലാം എഴുതുന്നത്. സ്റ്റീലിലായാലും അലുമിനിയത്തിലായാലും എഴുതുന്നത് ഈ ഒരു കടയിൽ നിന്നാണ്. ഇതിപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അവർ ലേസർ വെച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ്, കണ്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിലും ഈ ഒരു കടയിലോട്ട് സ്റ്റീലിലോ അലുമിനിയത്തിലോ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കടയിലോട്ട് കൊണ്ടുവരാവുന്നതാണ്. അതിൻ്റെ മെഷീനാണ് ഈ മെഷീനിലാണ് അത് എഴുതുന്നത്. പിന്നെ ഇതുപോലെയുള്ള വർക്കുകൾ എന്തെങ്കിലും അക്രലിക്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഷോപ്പിലോട്ട് വന്നാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കടയിൽ വരാമെന്നാണ്. ഞാൻ നമ്പർ എന്തായാലും ഫസ്റ്റ് കമൻറ്റായിട്ടോ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്തിട്ടേക്കാം. നിങ്ങൾ ആ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഈ കടയിലോട്ട് വന്നാൽ മതി. അക്രിലിക് പാനൽ ഫ്രണ്ട് പാനലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള ട്രോഫിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു കടയിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇതാണ് എൻ്റെ നമ്പർ. ഈ കടയിലോട്ട് കോൺടാക്ട് ചെയ്ത് ഡയറക്റ്റ് വരിക. നിങ്ങൾ ഡയറക്റ്റ് വന്ന് ചെയ്യുക. കൊറിയർ സർവീസ് ഇല്ല, ഡയറക്റ്റ് വന്ന് ചെയ്തിട്ട് പോകണം നിങ്ങൾ. അപ്പോൾ ഓക്കെ, നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോയിട്ട് ഇനി കുറച്ച് റാസ്ബെറിയുടെ വർക്ക് തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് തീർക്കാം. ഓക്കെ, അപ്പോൾ ഇത് കൊടുത്തു ഇനി 2-3 ദിവസത്തിനകത്ത് കിട്ടും. നമ്മൾ തിടുക്കം കാണിക്കാതെ അവർക്കൊരു സമാധാനം കൊടുക്കുക. കാര്യം ഇതൊക്കെ നോക്കിയും കണ്ടും ചെയ്യാനുള്ള വർക്കുകളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പാനലിൻ്റെ വർക്ക് ചേർക്കാനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത് കിട്ടണം. പിന്നെ നമ്മുടെ ആമ്പിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പാനൽ അതിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വർക്കുകൾ നമുക്ക് പെൻഡിങ് കിടപ്പുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 28,000-30,000 ആ റേഞ്ചാണ് ആ ആംപ്ലിഫയറിൻ്റെ ഒരു പ്രൈസ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ചിലവ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഉപയോഗിക്കുന്ന വർക്കുകളാണ്, ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി, പിന്നെ അതിൽ വരുന്ന വർക്കിൻ്റെ ഒരു ഇത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ്. തേക്കിൻ്റെ തടിയിലാണ് ചെയ്യുന്നത്, അത് കാണിക്കാം നിങ്ങളെ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഒരു പ്രൈസ് അതിനകത്ത് വരുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു ആംപ്ലിഫയർ. അപ്പോൾ നിലവിലിപ്പോൾ ഇതിൻ്റെ മെറ്റേ മുകളിലാണ് ഇതിരിക്കുന്നത്. മുകളിൽ നല്ല കവറിങ് കൊടുത്തിട്ടുണ്ട്, സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വർക്ക് ഇവിടെ നടക്കുന്നതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലല്ല ഞാനിപ്പോൾ ഉറങ്ങുന്നത്, താഴെയാണ് ഉറങ്ങുന്നത്. കാരണം ഈ ഒരു വർക്ക് തീർത്താൽ മാത്രമേ എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. പിന്നെ താഴെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ മൊത്തം പണിയാവും. മൊത്തം പോളിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ഇതെല്ലാം വരുമ്പോഴാണ് ഈ ഒരു ആമ്പിന് ഏകദേശം 30,000 രൂപയോളം ചിലവ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ പാനൽ കൊണ്ടുവന്നിട്ട് ഫുൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാ വീഡിയോയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഒരുപാട് വർക്കുകൾ നമുക്ക് ഇനി ഒരുപാട് ആംപ്ലിഫയറിൻ്റെ വർക്കുകൾ, നല്ല ആംപ്ലിഫയറിൻ്റെ വർക്കുകൾ ചെയ്യാനായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്.
അത്യാവശ്യം സമയം എടുക്കും കേട്ടോ. കാര്യം നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോൾ ഏകദേശം 1.5 മാസം 2 മാസത്തോളം നമുക്ക് സമയം വരുന്നുണ്ട്. കാര്യം പല കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കും, നമ്മളെല്ലാം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും ക്യാബിനറ്റൊക്കെ പുറത്തുനിന്ന് വാങ്ങി ചെയ്യുന്ന അങ്ങനത്തെ പരിപാടിയല്ല. ഫുള്ള് നമ്മുടെ ആംപ്ലിഫയറിന് വേണ്ടി എല്ലാം ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത് നമ്മളുടെ വർക്കുകൾ തീരാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫിനിഷിങ്ങും അതിന് നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഫിനിഷിങ്ങിന് കൊടുക്കാറുമുണ്ട്. ടീം വർക്ക് തന്നെയാണത്. ഒരുപാട് ആൾക്കാരുടെ പരിശ്രമം, ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാരുടെ പരിശ്രമത്തിലാണ് ഈ വർക്കുകളെല്ലാം നമ്മൾ ചെയ്തു തീർക്കുന്നത്. ജസ്റ്റ് നിസ്സാരം ഒരു പാട്ട് കേൾക്കുന്ന ഒരു ആംപ്ലിഫയർ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കും. ഇത്രയും ചിലവ് വരുന്നതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം കാണാൻ വേണ്ടി നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.